ആർച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. ജയ നാരായണ ഗുരുപ്രിയ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്ര മരീചികേ. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമം. അമ്മ ശ്രീ ശാരദാംബയ്ക്ക് ഹൃദയസമർപ്പണം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിനായ അനിലങ്ങളിലും അഡ്മിൻ പാനലിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും ഈ കൂട്ടായ്മയിലെ എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 9 ദിവസങ്ങളിലായി നാം ഇന്ന് നവരാത്രി ദിനങ്ങൾ ആചരിച്ചു വരികയാണ്. അതിനോടനുബന്ധിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ നടത്തിവരുന്ന നവരാത്രി മഹോത്സവത്തിലെ 5-ാം ദിവസത്തിലെ 5-ാം ജനനീ നവരത്നമഞ്ജരിയിലെ 5-ാം ശ്ലോകം മനനം ചെയ്യാനാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ഭഗവാന്റെ വളരെയധികം ശ്രേഷ്ഠമായ ഒരു കൃതിയാണ് ജനനീ നവരത്നമഞ്ജരി. ജനനിക്കായി സമർപ്പിക്കുന്ന 9 രത്നങ്ങളുടെ പൂങ്കുലയെന്നാണ് ജനനീ നവരത്നമഞ്ജരി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. 9 ശ്ലോകങ്ങളും 9 രത്നങ്ങളായി കണക്കാക്കിക്കൊണ്ട് ജനനിക്കായി സമർപ്പിക്കുന്ന ഒരു മാലയായാണ് ഭഗവാൻ ഈ പുണ്യം നിറഞ്ഞ കൃതിയെ കണക്കാക്കുന്നത്. 1084 ചിങ്ങമാസം 26-ാം തീയതി ഭഗവാന്റെ ജന്മനാളിൽ നമ്മുടെ ശിവഗിരി മഠത്തിലെ ശാരദാ മഠത്തിൻ്റെ ശിലാസ്ഥാപന സമയത്താണ് ഭഗവാൻ ഈ കൃതിയെ നമുക്കായി ജനനിയെ സമർപ്പിച്ചുകൊണ്ട് രചിച്ചു നൽകുന്നത്. ഓരോ ശ്ലോകങ്ങളും ഓരോ രത്നങ്ങളായി കണക്കാക്കുന്ന ഭഗവാന്റെ ഈ കൃതിയിലെ 5-ാം പദ്യമാണ് ഞാൻ ഇന്നിവിടെ മനനം ചെയ്യുന്നത്. മീലായ മൂലമതി ആലാവൃതം ജനനി നീലാസ്യമാടി വിടുമീ കീലാലവായ്വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കാലാദിയായ മൃദു നൂലാലിനെയുമൊരു ലീലാപടം ഭവതി മേലാകി മൂടുമതിനാലാരും ഉള്ളതറിവീലാകമാന്ത നിലയേ. ഈ പ്രപഞ്ചം പരബ്രഹ്മസത്തയാൽ നിറയപ്പെട്ടിരിക്കുന്നു. അമ്മേ, നിന്റെ സ്പന്ദന വേഗതയിൽ ക്രമമനുസരിച്ച് രൂപം കൊള്ളുന്ന ജലം, വായു, അഗ്നി, ഭൂമി ഇവ കൂടിക്കലർന്ന് നിരവധി നാമരൂപങ്ങളോടുകൂടി കോലാഹലമായി കാണുന്ന ഈ പ്രപഞ്ചം വെറും പേരുകൾ മാത്രം. നീയാകട്ടെ ഈ നടനകേളിയിൽ ദേശകാല നിമിത്തങ്ങളാകുന്ന ബലമില്ലാത്ത നൂലുകൊണ്ട് നെയ്ത വസ്ത്രം കൊണ്ട് ശരീരത്തെ മൂടിയിരിക്കുന്നു. ബ്രഹ്മസത്തയിൽ സദാ വാസമുറപ്പിച്ചിരിക്കുന്ന അല്ലയോ അമ്മേ, അതുകൊണ്ട് ആർക്കും സത്യമെന്തെന്ന് പിടികിട്ടുന്നില്ല. ജഡചൈതന്യങ്ങൾ ഇടകലർന്നാണ് നാം ഇന്ന് പ്രപഞ്ചത്തെ കാണുന്നത്. പ്രപഞ്ചത്തിൻ്റെ ആദ്യ കാരണം ഒരിക്കലും ഒരു ജഡമായിരിക്കുവാൻ പറ്റില്ല. സ്വയം അറിയാൻ പോലെയും കഴിവില്ലാത്ത ജഡത്തെ ഉള്ളതായി അറിയാനും അനുഭവിക്കാനുമൊക്കെ ജഡപ്രതിഭാസങ്ങൾ ആവിർഭവിക്കുന്നതിനു മുമ്പ് തന്നെ ചേതന ഉണ്ടായിരിക്കണമെന്നുള്ളത് സംശയരഹിതമാണ്. ഇങ്ങനെ ജഡത്തിൻ്റെ നിലനിൽപ്പ് തന്നെ
ചേതനനെ ആശ്രയിച്ചാണെങ്കിൽ ജഡത്തിൽ നിന്നും ചേതനനുണ്ടാകുന്നുവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തികഞ്ഞ അജ്ഞതയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ജഡങ്ങളെല്ലാം ഉണ്ടായി മറയുന്ന താൽക്കാലിക ദൃശ്യങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ജഡങ്ങൾ ആവിർഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ചേതനൻ മാത്രമേ ഉണ്ടായിരുന്നിരിക്കാൻ ഇടയുള്ളൂ. യാതൊരു ജഡപ്രതിഭാസവുമില്ലാതെ സ്വയം അറിഞ്ഞുകൊണ്ട് ചേതനന്റെ അചഞ്ചലമായ നിലനിൽപ്പ് ദുഃഖ കാരണമെന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് ആനന്ദസ്വരൂപമാകാതെ തരമില്ലെന്നും തെളിയുന്നു. ഇപ്രകാരം പ്രപഞ്ചത്തിന്റെ ആദികാരണം ആനന്ദഘനമായ ബോധസത്തയാണെന്ന് യുക്തിക്ക് പോലും കണ്ടെത്താവുന്നതേയുള്ളൂ. ഭാരതീയരായ സത്യാന്വേഷികളാകട്ടെ ഇക്കാര്യം സാക്ഷാത്കരിച്ചറിഞ്ഞിട്ടുള്ളതുമാണ്. പ്രപഞ്ചത്തിന്റെ ഈ ആദികാരണത്തെയാണ് ഭഗവാൻ മേലായ മൂലമതിയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാരണത്തിൽ നിന്നും കാര്യരൂപങ്ങൾ ഉണ്ടായാൽ കാര്യരൂപങ്ങളിൽ അകവും പുറവും സർവത്ര കാരണം വ്യാപിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. മണ്ണുകൊണ്ടുണ്ടാക്കപ്പെടുന്ന പാത്രങ്ങളുടെ അകവും പുറവും സർവത്ര മണ്ണ് വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനസ്വരൂപമായ പരമാത്മസത്തയിൽ നിന്നും ആവിർഭവിച്ച കാര്യരൂപങ്ങളായ പ്രപഞ്ച ഘടകങ്ങളിൽ സർവത്ര അജ്ഞാനസ്വരൂപം വ്യാപിച്ച് നിൽക്കാതെ തരമില്ല. യുക്തി കൊണ്ട് മാത്രമല്ല അനുഭവം കൊണ്ടും ഇക്കാര്യം നേരിട്ടറിഞ്ഞതിനാലാണ് മേലായ മൂലമതി ആലാവൃതം ഭുവനം എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നത്. ഈ പുണ്യം നിറഞ്ഞ നവരാത്രി ദിനങ്ങളിൽ 9 ദിവസങ്ങളിലായി ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ ജനനി നവരത്ന മഞ്ജരിയിലെ 9 രത്നങ്ങളും നമുക്ക് മനനം ചെയ്യാം. എനിക്ക് ഇന്നത്തെ 5-ാം പദ്യം മനനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതിൽ ആദ്യം തന്നെ ഭഗവാനോടും അമ്മ ശ്രീ ശാരദാംബയോടും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എനിക്കൊരവസരം നൽകിയ ഈ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളോടും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. എല്ലാവർക്കും നവരാത്രി ദിന ആശംസകൾ നേരുന്നു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.